ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അതേപോലെ റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ മുട്ട വേവിച്ചെടുക്കാം. അതിനായിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാം. മുട്ട ഇനി മറ്റൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇതേപോലെ അടിച്ചെടുക്കുക. ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂണോളം സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായി കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നന്നായി വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിലോ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കളർ കാണുന്നത് കുരുമുളക് പൊടി അടിയിൽ ഊറി വന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് നീളത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് കൂടെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ആദ്യം മുട്ട ഫ്രൈ ചെയ്യാനായിട്ടുള്ള മാവ് റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. മുട്ട ഫ്രൈ ചെയ്യാനായി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ മുറിച്ചു വെച്ച മുട്ടയുടെ കഷ്ണങ്ങൾ മാവിൽ മുക്കി ഓരോന്നേയായി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അധികം മുരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡും ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ 2 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ൻ്റെയും പകുതിയാണ് എടുക്കുന്നത്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവോള, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ 5-8 വെളുത്തുള്ളി. ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൽ ക്യാപ്സിക്കവും സവോളയും കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് വഴട്ടിയെടുക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇതൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും സവോള അരിഞ്ഞതും ചേർത്ത് വഴട്ടിയെടുക്കാം. സവോള ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ സോസൊക്കെ ചേർക്കുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവും. പോരായെങ്കിൽ ആ സമയത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. സവോള പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് വേവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്തുടഞ്ഞ് പോകരുത്.
3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് മിക്സ് ചെയ്യാം. കെച്ചപ്പ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞ് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഗ്രേവി ആയിട്ട് വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടായാലും എടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും, അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.